ഇന്ന് ഒരുപാട് പേര് നമ്മളോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് സേഫ് ആണോ, ഇത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവും? പ്രത്യേകിച്ച് ടീനേജ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ വന്ന് ചോദിക്കും, എൻ്റെ പെൺകുട്ടിക്ക് മെൻസ്ട്രൽ കപ്പ് ഈ പ്രായത്തിൽ തന്നെ ഉപയോഗിച്ചാൽ പ്രശ്നമുണ്ടോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ്. അത് യൂസ് ചെയ്യേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ, അതായത് അത് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പീരിയഡ്സ് തുടങ്ങുന്നതിന് മുന്നേയും പീരിയഡ്സ് പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷവും നല്ലവണ്ണം സോപ്പിട്ട വെള്ളത്തിൽ കഴുകി 5 മിനിറ്റ് തിളപ്പിച്ച് ഡ്രൈ ആക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പ്രായത്തിലുള്ള അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായും ടീനേജ് പ്രായമാണെങ്കിലും ഏത് പ്രായമാണെങ്കിലും മെൻസ്ട്രൽ കപ്പാണ് പാഡിനെ അപേക്ഷിച്ച് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ അത് 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെൺകുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ബ്ലഡിൻ്റെ അളവ് പാഡിനെ വെച്ച് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലീക്കേജ് വരിക അല്ലെങ്കിൽ സ്പില്ലായി പോവുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ പാഡ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ആ സമയത്ത് മാറ്റാത്തത് കാരണം അല്ലെങ്കിൽ അല്ലാതെ തന്നെ പാഡുമായിട്ട് ബന്ധപ്പെട്ട അലർജി യോനി ഭാഗത്ത് വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള കുട്ടികളാണെങ്കിൽ ഈ റിയാക്ഷൻസ് ഒക്കെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഏതൊരു പ്രായത്തിലുള്ള പെൺകുട്ടിക്കും വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം.